കോഴിക്കോട് ജില്ല സ്ഥാപിതമായ വർഷം 1957 ജനുവരി 1. സ്ഥാപിതമായ വർഷം 1957 ജനുവരി 1. നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് രാജവംശം. നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് രാജവംശം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി സിനിമാ പ്രദർശനം നടത്തിയ സ്ഥലം കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി സിനിമാ പ്രദർശനം നടത്തിയ സ്ഥലം കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോട്. ബേപ്പൂരിനെ സുൽത്താൻ പട്ടണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ടിപ്പു സുൽത്താൻ. ബേപ്പൂരിനെ സുൽത്താൻ പട്ടണം എന്ന് വിശേഷിപ്പിച്ചത് ടിപ്പു സുൽത്താൻ. മരക്കപ്പലുകളുടെ ഉരുനിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം ബേപ്പൂർ. മരക്കപ്പലുകളുടെ ഉരുനിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം ബേപ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് തന്റേടം ജെൻഡർ പാർക്ക് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് തന്റേടം ജെൻഡർ പാർക്ക്. ഫറോക്ക് പട്ടണം പണി കഴിപ്പിച്ചത് ടിപ്പു സുൽത്താൻ. ഫറോക്ക് പട്ടണം പണി കഴിപ്പിച്ചത് ടിപ്പു സുൽത്താൻ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. തടി വ്യവസായത്തിന് പ്രസിദ്ധമായിരുന്ന കോഴിക്കോട് ജില്ലയിലെ സ്ഥലം കല്ലായി. തടി വ്യവസായത്തിന് പ്രസിദ്ധമായിരുന്ന കോഴിക്കോട് ജില്ലയിലെ സ്ഥലം കല്ലായി. ആദ്യ പുകയില വിമുക്ത നഗരം കോഴിക്കോട്. ആദ്യ പുകയില വിമുക്ത നഗരം കോഴിക്കോട്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാർ. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാർ. വാസ്കോഡ ഗാമ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കപ്പലിറങ്ങിയ വർഷം 1498. വാസ്കോഡ ഗാമ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയ വർഷം 1498. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽത്തീരം കൊളാവിപ്പാലം. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽത്തീരം കൊളാവിപ്പാലം. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം കോഴിക്കോട്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം കോഴിക്കോട്. കോഴിക്കോട് റേഡിയോ നിലയം സ്ഥാപിതമായ വർഷം 1950. കോഴിക്കോട് റേഡിയോ നിലയം സ്ഥാപിതമായ വർഷം 1950. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ചേവായൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ചേവായൂർ. ഡോൾഫിൻ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ഡോൾഫിൻ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലെ പ്രശസ്ത മുതല വളർത്തൽ കേന്ദ്രം പെരുവണ്ണാമൊഴി. കോഴിക്കോട് ജില്ലയിലെ പ്രശസ്ത മുതല വളർത്തൽ കേന്ദ്രം പെരുവണ്ണാമൊഴി. കക്കയം വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കക്കയം വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കേരളത്തിൽ ഓട് വ്യവസായത്തിന്റെ കേന്ദ്രം കോഴിക്കോട്. കേരളത്തിൽ ഓട് വ്യവസായത്തിന്റെ കേന്ദ്രം കോഴിക്കോട്. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള കുടിവെള്ള പദ്ധതി ആരംഭിച്ച ആദ്യ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള കുടിവെള്ള പദ്ധതി ആരംഭിച്ച ആദ്യ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ. കേരളത്തിലെ ആദ്യ ഖാദി വില്ലേജായ ബാലുശ്ശേരി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കേരളത്തിലെ ആദ്യ ഖാദി വില്ലേജായ ബാലുശ്ശേരി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ആസ്ഥാനം കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ആസ്ഥാനം കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല കോഴിക്കോട്.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല കോഴിക്കോട്. ഇന്ത്യയിൽ ആദ്യമായി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ആദ്യത്തെ സൈബർ പാർക്ക്. UL സൈബർ പാർക്ക്. ഇന്ത്യയിൽ ആദ്യമായി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ആദ്യത്തെ സൈബർ പാർക്ക്. UL സൈബർ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് കോഴിക്കോട്.